ബാക്ക് ടു സൈലം ലേണിംഗ്. അബീമിസാണ് മക്കളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മിസ്സിൻ്റെ കുട്ടികളോട് എക്സാമിനൊക്കെ സാധാരണ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പോം കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഒരു ചെറിയ പോം തരും, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി വരികൾ കംപ്ലീറ്റ് ചെയ്യണം. ആഡ് മോർ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇന്ന് ചെയ്ത് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, കംപ്ലീറ്റ് ദ പോം. ഈ പോത്തിൽ ആദ്യത്തെ 4 വരികൾ നോക്കിക്കേ. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ക്യാറ്റ്. അല്ലേ, എനിക്കൊരു പെറ്റ് ഉണ്ട്, അതെന്താണ്, ഒരു പൂച്ചക്കുട്ടിയാണ്. ഇറ്റ് ഈസ് എ ക്യാറ്റ് ആണ്. ഇറ്റ് ഈസ് സോ നൈസ്, അത് നല്ലൊരു പൂച്ചക്കുട്ടിയാണ് അല്ലേ. ഇറ്റ് ഓൾവേസ് സീസ് മ്യൗ മ്യൗ, അതെപ്പോഴും എന്ത് പറയും, മ്യൗ മ്യൗ എന്ന് പറയും. അപ്പോൾ ഈ 4 വരികൾ പോലെ മിസ്സിൻ്റെ കുട്ടികളോട് വേറെ ബാക്കിയുള്ള വരികൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വരികളിൽ തന്നെ 1-2 മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് എഴുതാം അല്ലേ. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ക്യാറ്റ്. ക്യാറ്റിന് പകരം നമുക്ക് എന്ത് എഴുതാം, വേറെ ഏതെങ്കിലും ജീവികളെ, ഏതെങ്കിലും പെറ്റ്സിനെ എഴുതാം അല്ലേ. ഇറ്റ് ഈസ് സോ നൈസ് എന്നുള്ളത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇറ്റ് ഓൾവേസ് സീ മ്യാവ് മ്യാവ് എന്നുള്ളടത്ത് നമ്മളിപ്പോൾ ഡോഗിനെയാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ഡോഗ് എന്താ പറയുക, ബൗ ബൗ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇതുപോലെ 2-3 എണ്ണം മാറ്റിക്കഴിഞ്ഞാൽ, വേർഡ്സ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വരികൾ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതുപോലെ ആഡ് മോർ ലൈൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഇത് എങ്ങനെയാണ് വരാന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. ദാ ഫസ്റ്റ് നോക്കിക്കേടാ, അതിൻ്റെ ബാക്കി നോക്കിക്കേ. ഐ ഹാവ് എ പെറ്റ്, ഇതെന്താണ്, ഇറ്റ് ഈസ് എ ഡോഗ് അല്ലേ. നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ ഡോഗ്. ഇറ്റ് ഈസ് സോ നൈസ് അല്ലേ, കഴിഞ്ഞ വരിയിൽ ഉണ്ടായിരുന്നത് പോലെ ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് ഓൾവേസ് സീ ബൗ ബൗ, ഇത് എപ്പോഴും എങ്ങനെയാണ് പറയുക, ബൗ ബൗ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അത് എഴുതി. ഇനി അതിൻ്റെ ബാക്കി വരികൾ എന്തെഴുതാം, ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം അല്ലേ. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ചിക്ക് അല്ലേ, ഇതെന്താണ്, ഒരു കോഴിക്കുഞ്ഞാണ്. എങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ചിക്ക്. പിന്നെ നമുക്കിതാ അതേ വരി എഴുതാം. ഇറ്റ് ഈസ് സോ നൈസ്, ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് ഓൾവേസ് സീസ്, അത് എപ്പോഴും എന്താ പറയുക, നമുക്കറിയാം ചിക്കാണെന്നുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക, കീ കീ എന്ന് സൗണ്ട് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, കീ കീ എന്നത് സൗണ്ട് ഉണ്ടാക്കും. ഇറ്റ് ഓൾവേസ് സീ കീ കീ എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ഡക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ഡക്ക്. അതെന്താണ്, അതൊരു ഡക്കാണ് അല്ലേ. It is a duck. It is so nice. It is so nice. It always sees. It always sees quack quack. അല്ലേ, ഡക്ക് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്, ക്വാക്ക് എന്നാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഓൾവേസ് സീസ് ക്വാക്ക് ക്വാക്ക് എന്ന് നമുക്ക് എഴുതാം. സോ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു പോം തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വരികൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇനി അടിപൊളിയായിട്ട് എഴുതുക അല്ലേ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. സോ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.